സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ ഇത്തവണയും ബേപ്പൂർ ഫെസ്റ്റ് വലിയ ജനകീയമായി നടത്താനാണ് തീരുമാനം. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് തുടങ്ങിയത് കോവിഡ് രൂക്ഷത കുറഞ്ഞ ഘട്ടത്തിലായിരുന്നു. 2021 ഡിസംബർ അവസാനം വലിയ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് ആളുകൾ വന്നത്. അത് വന്നു എന്ന് മാത്രമല്ല, എല്ലാ നിലയിലും ആളുകൾ ഇതെല്ലാ വർഷവും വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. കോവിഡിന് ശേഷം ലോകത്ത് ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയ ഒരു പരിപാടിയായിട്ട് ഇതിനെ പലരും വിശേഷിപ്പിച്ചിരുന്നു. ഫെസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു? ഒന്ന് ജനങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റുക, ജനങ്ങളാകെ ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ബേക്കൽ ഫെസ്റ്റ് ഉണ്ട്, തളിപ്പറമ്പ് ഹാപ്പിനെസ് ഫെസ്റ്റ് ഉണ്ട്, തുടങ്ങി ഇവിടെ നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ ആലപ്പുഴ ഉൾപ്പെടെ നമ്മൾ വ്യത്യസ്ത ഫെസ്റ്റുകൾ ഓരോ ഇടങ്ങളിലുണ്ട്. ജനങ്ങളുടെ യോജിപ്പ് വലിയ നിലയിൽ വർദ്ധിക്കും. പിന്നെ ഒരു മതസഹോദര്യത്തിന് വലിയ നിലയിൽ നമുക്ക് കരുത്ത് പകരും. ഇപ്പോൾ ഇവിടെ ബേപ്പൂരും അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. അതോടൊപ്പം B2B ബിസിനസ് ടു ബിസിനസ് മീറ്റ് ടൂറിസം ഇൻഡസ്ട്രിയിൽ നടത്തുന്നുണ്ട്. 100-100ലധികം ആളുകൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ അകത്തുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി പോവുകയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ഇപ്പോൾ ചില്ലറ കച്ചവടം അവർക്കൊരു 6 മാസം കിട്ടുന്ന കച്ചവടമൊക്കെ ഈ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഈ 10 ദിവസം കിട്ടുന്നുണ്ട്. പിന്നെ തൊഴിലാളികൾ, വിവിധ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഓട്ടം അവർക്ക് അവർ തന്നെ പറയുന്നത് മാസങ്ങൾ ഓടിയാൽ കിട്ടുന്നത് ഈ ഫെസ്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റിയിലേക്ക് കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിൻ്റെ പരിപാടികൾ സിറ്റിയിലേക്ക് കൂടി വരികയാണ്. സിറ്റിയാണ് ബേപ്പൂരെങ്കിലും ഹാർട്ട് ഓഫ് ദി സിറ്റിയിലേക്ക് വരികയാണ്. ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടല്ലോ നമ്മളെ ജില്ലയുടെ വടക്ക് ഭാഗത്താണല്ലോ, ഒക്കെ അറിയില്ല. ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ബേപ്പൂർ വരെയുള്ള ഒരു പദ്ധതിക്ക് അനുമതി കിട്ടിയിരിക്കുകയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി, വലിയൊരു തുക ഇതിനുണ്ട്, വലിയ തുകയുണ്ട്, 100 കോടിയുടെ അടുത്ത്. അത് കോഴിക്കോട് ജില്ലയുടെ ആകെ ടൂറിസം മേഖലയിലെ ചിത്രം മാറ്റും. അത് ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ഇങ്ങനെ പദ്ധതി എന്താണ്? അത് പദ്ധതി ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടുത്തെ ചരിത്രപരമായ പ്രത്യേകതകൾ മുതൽ തുടങ്ങി ഈ ബെൽറ്റ് കോഴിക്കോട് ജില്ലയുടെ തീരദേശ മേഖലയാകെ എത്തി ബേപ്പൂർ പോർട്ട് വരെ എത്തുന്ന അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയാണ്. പുതുമകളേറെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ജനകീയോത്സവമായിരിക്കും ഇത്തവണയും ബേപ്പൂർ ഫെസ്റ്റ് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോട് പങ്കുവെക്കുന്നത്.